ഇന്നൊരു നമ്മുടെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പൊ ദേ രാവിലെ എണീറ്റ് ഇനി നമ്മുടെ അടുക്കള പണി തുടങ്ങാട്ടോ. ഇന്ന് കുറച്ചധികം സാധനങ്ങൾ അടുക്കളയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ദേ ഞാൻ രാവിലെ എണീറ്റ് വശം നമ്മൾ അടുപ്പ് തീ കത്തിച്ചിടുന്ന വെച്ചാല് ചോറ് വേവാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ പിന്നെ ചെയ്തത് നമ്മൾക്ക് ഇന്ന് നൂലപ്പം ഉണ്ടാക്കണം. അപ്പൊ ഞാൻ കുറച്ച് പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം അരി കഴുകി വെള്ളം ഒന്ന് കാഞ്ഞപ്പോഴേക്കും അരി കഴുകി നമ്മുടെ ബ്രൗൺ റൈസ് ആട്ടാം. അരി കഴുകി അങ്ങനെ അടുപ്പത്തേക്ക് അങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടുപ്പൊന്ന് നന്നായി ഒന്നും കൂടി തീ ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് കത്തിച്ച് ഒന്ന് മൂടി വെച്ചു കിട്ടും. അപ്പൊ ഇന്ന് എനിക്ക് അച്ചാറുകളും കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. പക്ഷെ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്, പുളിഞ്ചി. ഞാൻ വേറെ ഒന്നും കഴിക്കില്ല, പക്ഷെ പുളിഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് എന്താണെന്ന് അറിയില്ല, വീട്ടിൽ നിന്ന് പുളിഞ്ചി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു മോഹം തോന്നി പുളിഞ്ചി ഉണ്ടാക്കിയാലോ. അപ്പൊ എന്റെ അമ്മ ഉണ്ടാക്കലുണ്ട്, അതുപോലെ ചേട്ടന്റെ അമ്മ ഉണ്ടാക്കൽ എനിക്ക് തരലുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയില്ല. അപ്പൊ നമ്മളിതേ ഇന്ന് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി പുളിഞ്ചി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് നമുക്ക് നൂലപ്പത്തിലേക്കുള്ള മാവിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുത്ത് അത് പതുക്കനൊന്ന് നന്നായിട്ട് കൂട്ടിക്കുഴച്ച് ഇതേ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്തായാലും നൂലപ്പത്തിനുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. അതിനിടയിൽ നമുക്കിന്ന് മുതിരക്കറി ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ചിക്കൻ വെച്ചിട്ട് കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കറിയായിട്ട് വേറെ ഒന്നും അങ്ങനെ ചാറ് കറിയായിട്ട് വെക്കണില്ല. മുതിര ഒന്ന് ഒരു ഉപ്പേരി മാതിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ മുതിര നന്നായിട്ടൊന്ന് അതിന്റെ കല്ല് കരിച്ചിട്ട് നന്നായി കഴുകി വെടുപ്പാക്കി ഉപ്പിട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പുളിയില്ലേ, പുളി തലേദിവസം കുറച്ചെടുത്തിട്ട് ആവശ്യത്തിനെടുത്ത് എന്താ പറയാ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാ കേട്ടോ. അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിട്ടുള്ള പുളിയാണ്. അപ്പച്ചൻ ഒരു പ്രാവശ്യം കുറെ പുളി ഒരു പ്രാവശ്യം കൊണ്ടുവന്നിട്ട് കുത്തി കുരുവൊക്കെ കളഞ്ഞു തന്ന് കല്ലുപ്പിട്ടിട്ട് ഇങ്ങനെ ഉണ്ടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ നിന്ന് എടുത്തതാ. ഇത് വന്നിട്ട് നമ്മള് നൂലപ്പത്തിലേക്ക് നമ്മുടെ വീട്ടില് പണ്ടുള്ള നമ്മുടെ എന്താ പറയാ ചേട്ടന്റെ ഒക്കെ തറവാട്ട് മുതൽ എന്നൊക്കെ പറയാം, ആ ഒരു ഇഡ്ലി തട്ട ചെമ്പാട്ടത് അലുമിനിയത്തിന്റെ കുറെ കൊല്ലങ്ങളൊക്കെ വർഷം പഴക്കമുള്ളതാ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. അങ്ങനെ നമുക്ക് ഇന്നേ ചീര കുറച്ച് ഇരിപ്പുണ്ട്. അപ്പൊ അത് നന്നായിട്ടൊന്ന് കഴുകി വെച്ചു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇഞ്ചികളൊക്കെ അങ്ങനെ പൊടിയായിട്ട് അരിയണം. അപ്പൊ ഞാൻ പൊടിയായിട്ട് അരിയണില്ല, ദാ ഈ ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി നന്നായിട്ടൊന്ന് കഴുകി അരി തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല തരിതരിയായിട്ട് കിട്ടും. വല്ലാണ്ട് തിരി വേണ്ട, ചെറിയ പീസുകളായിട്ട്. പിന്നെ അത് അപ്പോഴേക്കും നമ്മുടെ നൂലപ്പം സെറ്റ് ആയിട്ടുണ്ട്. രണ്ട് സെറ്റ് ഉണ്ടാക്കണുള്ളൂ, പിള്ളേർക്കും പിന്നെ ഒരെണ്ണം അങ്ങനെ ഞാൻ കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അതങ്ങനെ നമുക്ക് നൂലപ്പം നേരെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനേ നമ്മുടെ മുതിര ഒന്ന് കാച്ചെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ മുതിരയൊക്കെ ആവുമ്പോ നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ കുത്തിപ്പൊടിച്ച മുളകില്ലേ അതിട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് വേപ്പില ഇട്ടിട്ട്, ഞാൻ തേങ്ങ ഇടാറില്ല കേട്ടോ. തേങ്ങ അങ്ങനെ എല്ലാത്തിലും ഇടുന്നത് ചേട്ടന് ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പരമാവധി തേങ്ങ ഒഴിവാക്കും. പിന്നെയും ഈ ചീരയിലൊക്കെയാണ് പിന്നെയും ഇടുക. അങ്ങനെ ദേ നമ്മളൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോ നമ്മുടെ മുതിര വെന്തത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പാറൂന് മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ പുളിഞ്ചിയുടെ പരിപാടി നോക്കാം. പിന്നെ തന്നെ പുളിഞ്ചി ഉണ്ടാക്കാന്ന് വിചാരിച്ചത്, വേറെ ചാറുകറി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ പണി ഇത് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിചാരിച്ചേട്ടോ. അപ്പൊ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പൊ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ആ ചെറുതാക്കി പീസാക്കി ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം. അതിനിടയ്ക്ക് ഞാൻ ഇപ്പുറത്ത് ശർക്കര ഒന്ന് പാനിയാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അരിച്ചെടുക്കാമല്ലോ. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോ നമ്മളൊരു പ്രത്യേക ടേസ്റ്റിലാട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പുളിഞ്ചി ഉണ്ടാക്കണത്. ഇനി നമ്മൾ ചെയ്യണത് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട് കേട്ടോ. പുളിഞ്ചി നല്ല ടേസ്റ്റ് ആട്ടോ. ആരെങ്കിലും അങ്ങനെ ഇടുന്നെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. എന്റെ അമ്മ ഉണ്ടാക്കുമ്പോ അങ്ങനെ ഇടും. അപ്പൊ നമ്മൾ തേങ്ങയുടെ ആ ഒരു ചെറിയ പീസുകൾ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ കീറി എടുത്തിട്ട് അതിനങ്ങനെ പൊടി പൊടിയായിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിലേക്കൊക്കെ തേങ്ങാക്കൊത്ത് വറുക്കില്ലേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ വറക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളി ഇതുപോലെ തന്നെ നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് ചെറിയ തരിയായിട്ട് ഇട്ടോ, നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം, അത് മാതിരി ഇട്ടിട്ട് അതും ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി. നമുക്കിത് കുറെ ദിവസം കുറെ നാളുകൾ ഇരിക്കും പുറത്ത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ആ ഒരു വെള്ളം, ഇതിന്റെ ഒരു ഇത് പോകണം, അതങ്ങനെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യണം. അതിന്റെ ഇടയിൽ ഞാൻ ചീര അരിയുന്നുണ്ട്. ചീര ഉപ്പേരി, ചീര ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൂട്ടോ. ഇവിടെ അത് നിർബന്ധമാണ്. ആഴ്ചയിൽ 2 തവണയെങ്കിലും ഞങ്ങൾക്ക് ചീര ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ കൂടുതൽ ചീര കാണും. അങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ എല്ലാം വറവുകൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ ഉണക്കമുളകും അതുപോലെ തന്നെ വേപ്പിലും ഇട്ടു. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ശൂന്യമുളക് എന്ന് പറയില്ലേ, കാന്താരി, അതാട്ടോ. അത് കുഞ്ഞിതാക്കി അരിഞ്ഞത് വേണമെങ്കിൽ അതും ഫ്രൈ ചെയ്തിടാം. ഞാൻ പിന്നെ അതിനത്ര വലിയ വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. അങ്ങനെ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള തേങ്ങാക്കൊത്ത്, ഇഞ്ചി, ഈ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു. അപ്പൊ തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് ലേശം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്.
അങ്ങനെ നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരണം. നല്ലൊരു സ്മെല്ല് വരും. കാരണം ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തോണ്ട് തന്നെ. അതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് ഇപ്പഴാട്ടോ ഇട്ടത്. അങ്ങനെ എല്ലാം കൂടിയിട്ടൊന്ന് തേങ്ങാക്കൊത്ത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മള് പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മള് നമ്മുടെ ശർക്കര പാനിയാക്കി അരിച്ചു വെച്ചത് അതും ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് വേണം. കാരണം പുളിയിൽ ഓൾറെഡി നല്ല ഉപ്പിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ടാണ് ഞാൻ ഇട്ടത്. ഇപ്പഴാ ഉപ്പിട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒന്ന് നന്നായി കല്ലുപ്പായതുകൊണ്ടേ നമുക്ക് കറക്റ്റ് അറിയില്ല. ഇതൊക്കെ ഒന്ന് മിക്സ് ആയി തിളച്ച് വരുമ്പോഴായിരിക്കും ഉപ്പിന്റെ കാര്യം അറിയാം. അപ്പൊ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് ഇനി നമുക്കൊന്ന് ഇതിന്റെ ആ ഒരു കുറുക്ക് പരിവം നമ്മുടെ താല്പര്യമാണ്. അപ്പൊ ഞാൻ വല്ലാണ്ട് കുറുക്കാക്കണില്ല. കുറച്ചൊന്ന് ഇരുന്ന് കുറുകും. പിന്നെ ഞാൻ വല്ലാണ്ട് അങ്ങനെ കട്ട കുറുക്കാക്കണില്ല കേട്ടോ. അപ്പൊ ഞാൻ ലാസ്റ്റ് കുറച്ച് കായം പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങ നമ്മുടെ പാറുക്കുട്ടന് നമ്മുടെ നൂലപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ചിരകിയെടുത്തു. അങ്ങനെ ദേ ഇതിങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട്. വല്ലാണ്ട് കുറുക്കാക്കണില്ല. പിന്നെ നമ്മുടെ ചീര ദേ ഇവിടെ ഒന്ന് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് പരിപാടി. പിന്നെ ദേ കുറേ ഒരു ലോഡ് പാത്രം കഴുകാനുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി സെറ്റായി. ഞാൻ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കണം. അപ്പൊ ഞാൻ പോയി നോക്കുമ്പോണ്ട് പാറുക്കുട്ടി ഇന്ന് എണീറ്റ് അച്ഛനും പാറുക്കുട്ടി ഒരുമിച്ച് എണീറ്റിട്ട് ഇന്ന് പുറത്ത് കുറച്ച് പണിയുണ്ട്. നമ്മൾ 2 ദിവസമായിട്ടേ നമ്മുടെ പുറത്ത് മുറ്റത്ത് കാറ് കയറുന്ന സ്ഥലത്തെ നമ്മളൊരു ചെറിയ ഭാഗം മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. കാർ ഇങ്ങനെ സ്ലോപ്പായിട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പൊട്ടി 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 കാർ ഇപ്പൊ ഒരു ഗട്ടറിൽ ചാടി കയറണ മാതിരിയായി. അപ്പൊ പിന്നെ പിന്നെ റോട്ടിൽ പോണ വണ്ടികൾക്ക് അത് ബുദ്ധിമുട്ടായി. വണ്ടികൾ ടയറിന് മോശമല്ല, നാശാവില്ല അങ്ങനെ വരുമ്പോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഈ പോർഷനിലെ റോഡ് ഒന്ന് കോൺക്രീറ്റ് ചെയ്തു. അപ്പൊ അത് നനച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ 2 സൈഡ് ഇപ്പൊ ക്ലോസ് ചെയ്തേക്കാണ്. ഇത് കൂടെ എല്ലാ ആളുകളും പോകണം. ഇപ്പൊ വേറെ വഴി കൂടെയാണ്. എന്നാലും എല്ലാവരും ഭയങ്കര സഹകരണം എന്നിട്ട് എല്ലാവർക്കും ആവശ്യമുള്ളതാണല്ലോ. അപ്പൊ അത് നനച്ചു കൊടുക്കാൻ വേണ്ടി ആളെ എനിക്കിപ്പോ അങ്ങനെ പാറ ഒപ്പേറ്റു. പിന്നെ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ ഡേ ആട്ടോ. അത് വേറൊരു കാര്യം ഞാൻ പറയാം. അങ്ങനെ നമ്മുടെ പാറുക്കുട്ടിക്ക് ഇതേ നമ്മൾ നൂലപ്പം ഒക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ ചേട്ടനുള്ള മുട്ട ദേ ഇവിടെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുടെ സ്മൂത്തി നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ അത്യാവശ്യം നമ്മൾ ഇരുന്നപ്പോഴേക്കും നമ്മുടെ എന്താ പറയാ പുളിഞ്ചി കണ്ടില്ലേ സെറ്റായി തുടങ്ങി. അപ്പൊ അതങ്ങനെ ചൂടാറിയിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ. നമുക്ക് അവിടെ ഇരുന്നിട്ടൊന്ന് തണുക്കട്ടെ. പിന്നെ അതേ നമ്മുടെ ചീരത്തോരൻ, ചേട്ടന്റെ സ്മൂത്തി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുതിരക്കറി, അതുപോലെ തന്നെ പാറുക്കുട്ടന് ചോറിനാനായിട്ട് കുറച്ച് മുതിര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പുഴുങ്ങിയിട്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാലുണ്ട്. അവൾ ഇടയിൽ വല്ല ഭക്ഷണം ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് നൂലപ്പുണ്ട്. അങ്ങനെ അത്യാവശ്യം. പിന്നെ ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുണ്ട് കേട്ടോ. അതാരെങ്കിലും ഒക്കെ കഴിക്കാതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണെന്നറിയില്ല, ഭയങ്കര ഉറുമ്പ് ശല്യം. പ്രത്യേകിച്ച് നമ്മുടെ ബ്രൗൺ റൈസിലാണ് ഉറുമ്പ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കലത്തിന്റെ മുകളിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിന്റെ മുകളിൽ ഈ ചോറ് കയറ്റി വെച്ചതാട്ടോ. അപ്പൊ പിന്നെ ഉറുമ്പിന് കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ ദേ പാറുക്കുട്ടി അച്ഛനും കൂടിയിട്ട് ഇവിടെ ഒരു കളിമേളാണ് കേട്ടോ. അതിന്റെ ഇടയിൽ പാറുക്കുട്ടിക്ക് ഞാൻ ചില സമയത്ത് അവള് കാലത്ത് പാല് കുടിക്കും, ചില സമയത്ത് വൈകുന്നേരം പാല് കുടിക്കും. അപ്പൊ അവള് ചോദിക്കും ഇങ്ങോട്ട് പാല് വേണമെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കാലത്ത് ചോദിച്ചത് കാരണം ഞാൻ അവൾക്ക് പാലുണ്ടാക്കി കൊടുത്തു. ഇതിൽ ഒരു നേരം പാലുണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. ഇപ്പൊ 3 വയസ്സാവാറായില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പാല് കൊടുക്കലുണ്ട്. എന്നും ചിലപ്പോ എന്നും കൊടുക്കൂല കേട്ടോ. അത് ചിലപ്പോ അവൾ വേണ്ടാന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കില്ല. അങ്ങനെ വളരെ കുറവ് ദിവസങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ രാവിലെ എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം. കാരണം അമ്മു നേരത്തെ കഴിച്ചു പോകും, പാറു പിന്നെ നേരത്തെ കഴിക്കും, ചേട്ടനും അമ്മുവിനെ കൊണ്ടുവന്നാക്കി വന്നിട്ടൊക്കെ ആവും കഴിക്കുക. അങ്ങനെയാണ്. അപ്പൊ ഇന്നിപ്പോ അമ്മുവിനും പാറുവിനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ചാണ്. അമ്മ ഒന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല, ലീവ് എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആ ചേട്ടന് മുട്ട കൊടുക്കുമ്പോഴേ അതിന്ന് അച്ഛൻ്റെ തന്നെ വേണം. സെപ്പറേറ്റ് നമ്മൾ മുട്ട കൊടുത്താലൊന്നും പറ്റില്ല. അച്ഛൻ്റെ തന്നെ മുട്ട കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത്. അച്ഛന്റെ മുട്ടയുടെ വെള്ളം മുഴുവൻ മോഷ്ടിക്കുന്ന ആളാ പാറു. ചില ദിവസം കഴിക്കില്ല, ചില ദിവസം കഴിക്കും. ഞാൻ അവൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കിയാൽ അച്ഛൻ്റെ വേണം. അങ്ങനെ ഞാനേ അകവും മറൊക്കെ ഒന്ന് അടിച്ചു വാരി. മിംസിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അമ്മൂനും പാറുവിനും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മൂനെ പീഡിയാട്രീഷ്യനെയും നമ്മുടെ എന്താ പറയാ പാറുവിനെ പീഡിയാട്രീഷ്യനെയും അമ്മൂനെ പൾമനോളജിസ്റ്റിനും. അവർക്ക് രണ്ടുപേർക്ക് ചുമയാണ്. പക്ഷെ അമ്മൂനുള്ളത് ഒരു അലർജി ചുമയാണ്, പാറുവിനുള്ളത് കഫക്കെട്ടിന്റെ കേട്ടോ. അപ്പൊ എന്റെ മരുന്നുകളാണിത്. ഇതിൽ വന്നിട്ട് എനിക്ക് മുട്ടുവേനക്കുള്ള മരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്റെ എന്താ പറയാ സപ്ലിമെന്റ്സ് കാര്യങ്ങളല്ലാണ്ട് വിറ്റമിൻ സി അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ, ഒമേഗ. അതിനുശേഷം ഞാൻ അതേ പാറുവിന്റെ ഒക്കെ ഒരു ഡാൻസും കളിയൊക്കെ കഴിഞ്ഞിട്ട് പാറുവിനെ ഞാൻ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ മാറ്റിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ എന്റെ സ്കിൻ കെയർ ചെയ്തു. എനിക്ക് കുളിക്കാൻ പറ്റില്ല, എനിക്ക് വന്നിട്ട് ഇനി കുറെ പണിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് കൈമുഖമൊക്കെ കഴുകി സ്കിൻ കെയർ ചെയ്തു. ഈ ഒരു പാവാടയും ഈ ഒരു സ്കേർട്ടും ഈ ഒരു ടോപ്പും 200 രൂപയുടെ ടോപ്പും 200 രൂപയുടെ പാവാടയും അടിപൊളിയായിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നു ഇട്ടപ്പോ. എനിക്ക് എന്താ ഭയങ്കര ഭംഗി തോന്നി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ടാഗ് ചെയ്ത് വെക്കാട്ടോ ഈ വീഡിയോയിൽ. ആർക്കെങ്കിലും ഒക്കെ താല്പര്യം, ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതിന്റെ പല കളർ ടോപ്പും പല കളർ പാവാടയും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോവാട്ടോ. അപ്പൊ ഈ ഒരു ഔട്ട്ഫിറ്റില് ഇത് 200 രൂപ, ഇതും 200 രൂപ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറെ പേര് ഞാനിത് കഴിഞ്ഞ സിനിമ ഇട്ടപ്പോഴേ നല്ലൊരു, നിങ്ങക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നുണ്ടോന്ന് അറിയില്ല, ഈ ഇതിന്റെ ഒക്കെ ഒരു നെക്കും
അതുപോലെ തന്നെ ഇതിന്റെ ഇവിടത്തെയും ഒക്കെ ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതും അത്യാവശ്യം അഫോർഡബിളും അല്ലേ നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാട്ടോ, നമ്മുടെ ടാഗ് ഇട്ട് അത് കാണിച്ചതല്ലാണ്ട് ഞാൻ ആശുപത്രി പോകുമ്പോൾ ഭയങ്കര ഒരുങ്ങി പോണത് കാണിച്ചിരുന്നതല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ. അതാട്ടോ നമ്മള് ഇറങ്ങാൻ പോവാണ്. ഇതിന്റെ കളറേ പ്രത്യേക ഒരു കളറാ, ഒരു പീച്ച് കളറാണ്, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ ഇറങ്ങിട്ടോ. അപ്പോ നമ്മള് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്പർ കിട്ടിയത്. എന്നാലും നമ്മൾ നേരത്തെ ഇറങ്ങി. കാരണം നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം, ചിലപ്പോൾ നമുക്ക് ലക്കിന് നേരത്തെ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ നേരം വൈകി വരെയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഡോക്ടർ നേരത്തെ വരെയൊക്കെ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഇറങ്ങി. അപ്പൊ അവിടെ ചെന്ന് ആദ്യം ഞാൻ പാറുവിനും കൊണ്ട് പീഡിയാട്രീഷ്യനെ കണ്ടു. അപ്പൊ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ 15 ദിവസത്തേക്കുള്ള മരുന്നും കാര്യങ്ങൾ തന്നിട്ട് വീണ്ടും 15 ദിവസം കഴിഞ്ഞ് കാണണം. അത് കഴിഞ്ഞ് ഞാനും പാറും കൂടി അമ്മൂന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ അമ്മ അച്ഛനും കൂടി ഇവിടെ പൾമനോളജിസ്റ്റിനെ കണ്ടു. അങ്ങനെ അവൾക്കും കുഴപ്പമൊന്നുമില്ല. 15 ദിവസത്തേക്കുള്ള മരുന്നും കാര്യങ്ങളും തന്നിട്ടുണ്ട്, എന്നിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ നേരെ നെസ്റ്റോയിൽ കയറി. നെസ്റ്റോ എന്ന് പറയുമ്പോൾ അടുത്ത് തന്നെയാണ്, നമ്മുടെ കോട്ടക്കൽ ആസ്ട്രോമിംസിലാണ് കാണിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നെസ്റ്റോയിൽ ചെന്ന്, വലിയ അധികം സാധനങ്ങളൊന്നുമില്ല, ചെറിയ കുറച്ച് ഐറ്റംസ്, അത് അവിടെ കിട്ടണുള്ള ഐറ്റംസ് ആയിട്ട്. അപ്പൊ എന്താണെന്നുള്ള ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ. അവിടെ അത് കാരണം അങ്ങോട്ട് കയറിയത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാറ്. നെസ്റ്റോ കുറച്ച് ദൂരെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വന്ന്, പാറുവിനാണെങ്കിൽ വിശക്കുന്നു. അപ്പൊ ഞങ്ങൾ വേഗം, ഞാൻ മുതിര കുറച്ച് ചാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബ്രൗൺ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവൾക്ക് കൊടുത്തു. അങ്ങനെ മുതിര, പയറ്, കടലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൂട്ടി കഴിച്ചോളൂ. അങ്ങനെ എന്റെ ചോറ്, ബ്രൗൺ റൈസ്, കുറച്ച് മുതിര, പിന്നെ കുറച്ച് ചീരത്തോരൻ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറി, അത് കുറച്ചെടുക്കും. പിന്നെ എന്റെ പുളിഞ്ചി ഇതേന്ന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു. ശൂന്യമുളക്, നമ്മുടെ കാന്താരി മുളക് ഇട്ട കാരണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചത്. ഞാൻ പിന്നെ എന്നെ മാത്രമേ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പുളിഞ്ചി. അങ്ങനെ നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. നല്ല നേരം വൈകി ഞങ്ങൾ വന്നപ്പോഴേ, നേരത്തെ പോയത്തൊന്നും വെച്ചിട്ട് കാര്യമൊന്നുണ്ടായില്ല. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പുളിഞ്ചി കുപ്പിയിലാക്കണം. പുളിഞ്ചി നല്ല ടേസ്റ്റ് കിട്ടാൻ, നല്ല എരിവുള്ള പുളിഞ്ചിയാണ്. അപ്പൊ ഞാൻ എന്തായാലും ഈ ചില്ല് കുപ്പിയിലാണ് ആക്കണം. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഇത് നന്നായി കഴുകി വെയിലത്ത് വെച്ചിട്ട് പോയിരിക്കും, നല്ലോണം ഉണങ്ങി. അപ്പൊ നമ്മുടെ പുളിഞ്ചി ഞാൻ ആക്കട്ടെ. ഡോക്ടറെ കണ്ടിട്ട് പാറുവിന് ഭയങ്കര കഫ് കെട്ടണം. അപ്പൊ അതിനുള്ള 15 ദിവസത്തേക്കുള്ള മരുന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മൂന് അലർജി ഉണ്ട്, ആ ഒരു ചുമ അതിന്റെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്കും 15 ദിവസത്തിന് കിട്ടിയില്ല. 15 ദിവസം കഴിഞ്ഞ് 2 റിവ്യൂവിന് വീണ്ടും ചെല്ലാം. എന്തുകൊണ്ടാ ചാരല് ചേച്ചി ഇപ്പൊ വരും. പൊന്നു ഇവിടെ നിന്ന് നമുക്ക് പുളിഞ്ചി കുപ്പിയിലാക്ക. അപ്പൊ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കുറച്ച് വർത്താനം പറയാം. നമ്മള് എന്താ പറയാ, നെസ്റ്റോയിലാണ് പോയേട്ടോ. നെസ്റ്റോയിലാണ് പോയെ. നെസ്റ്റോയിൽ പോയത് എന്താണെന്നറിയോ, കഴിഞ്ഞ തവണ പോയപ്പോ അവിടെ ബോട്ടി ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. എന്റെ അപ്പനും എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കും വീട്ടിലായിരിക്കും. അപ്പൊ ഇവിടെ കിട്ടാനൊന്നും കഴിയില്ല. പിന്നെ ഇവിടെ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. നമ്മള് തൃശ്ശൂര് നമ്മുടെ കടന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ പോയപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും നെസ്റ്റോയിൽ പോയപ്പോ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് മേടിച്ചില്ലേ, കാരണം ഞങ്ങൾ അതിന് തലേന്ന് എന്തോ ബീഫ് എന്തൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടാവും. വേണ്ട പോകും. അങ്ങനെ ഇപ്പൊ നമ്മൾ ആ കോട്ടയ്ക്കൽ വിളിക്കാണ് പോയത്, മിംസിലേക്ക്. അപ്പൊ ചേട്ടൻ അത് കയറി വാങ്ങിക്കോ, അപ്പൊ നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് എങ്ങനെ ഉണ്ടാക്കാലോ. അപ്പൊ അവിടെ പോയപ്പോ പോട്ടി വാങ്ങിച്ചു, പിന്നെ കപ്പ മേടിച്ചു. കപ്പയും അതായത് കൊള്ളിയും പോട്ടി ഉണ്ടാക്കാൻ. പിന്നെ എന്താ പറയാ, അമ്മൂന് ഞണ്ട് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞണ്ട് മേടിച്ചു. കുറച്ചും കേട്ടോ, കുറേശ്ശെ വാങ്ങുള്ളൂ. നമ്മളാകെ 2 ആളെ കഴിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഞണ്ട് മേടിച്ചു. അത് അമ്മന് ഇന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോട്ടി ഞാനിന്ന് ഉണ്ടാക്കില്ല, അടുത്ത ദിവസം. പിന്നെ കുറച്ചല്ലറ ചില്ലറ സാധനങ്ങള്, ഈ എന്താ പറയാ അരിപ്പൊടി പോലത്തെ സാധനങ്ങളില്ലേ, രാവിലത്തെ പലഹാരം ഉണ്ടാക്കുന്നത്, അത് മേടിച്ചു. പിന്നെ പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് ഡോണറ്റ്. അപ്പൊ അത് ഞാൻ ഉണ്ടല്ലോ, അതായിരിക്കും ഡോണറ്റ് ഇത് വാങ്ങിച്ചത്. ഞാൻ വല്ലപ്പോഴും ഇതിന്റെ ഡേറ്റ് കഴിയുന്നതിന് മുന്നേ ഒരു ദിവസം ഒന്നിട്ടൊക്കെ ഈ ഡോണറ്റ് ഇങ്ങനെ നമ്മള് ഓവനിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കും. അപ്പൊ നല്ല പഞ്ഞി പോലും. അപ്പൊ അവിടെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും. അങ്ങനെ നല്ല ഹെൽത്തി ഒന്നല്ല, എന്നാലും ഞങ്ങൾ അവിടെ വല്ലപ്പോഴും പോവാൻ നെസ്റ്റോയിൽ. നമുക്ക് കുറെ ദൂരമുണ്ട്. അപ്പൊ അതുകൊണ്ട് പോകുമ്പോ ഇങ്ങനെ ഞാൻ മേടിക്കാറുണ്ട്. അപ്പൊ ഇതിന് ഡേറ്റ് ഉണ്ട് കേട്ടോ, ഒരു 5-6 ദിവസമൊക്കെ ഡേറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എപ്പോഴെങ്കിലൊക്കെ അവരിങ്ങനെ, പിള്ളേരല്ലേ. അപ്പൊ ഇത് 4 കിട്ടും ഇങ്ങനെ. അപ്പൊ നമുക്കിത് അവർ ചൂടാക്കിയിട്ട് അവിടെ നിന്ന് ലൈവായിട്ട് കഴിക്കാൻ വേണ്ടി തരും. പക്ഷെ നമ്മളിത് ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഇവിടെ നിന്ന് പോകാനുണ്ടല്ലോ, അപ്പൊ വെച്ച് ചൂടാക്കും. അപ്പൊ അത്ര സാധനങ്ങളൊക്കെ മേടിച്ച അതായിരിക്കണം. കപ്പ കവറിന് കിട്ടില്ല, നേരം കിട്ടിയില്ല. അവർക്കൊക്കെ വിശക്കണമെന്ന് പറഞ്ഞിട്ടേ, ഫോൺ കഴിക്കണമെന്ന് തിരക്കായി. അപ്പൊ പിന്നെ ഞാൻ പാറുവിന് ഞാൻ ചോറ് കൊടുത്തു.
അങ്ങനെ അതവിടെ വെച്ചിട്ടില്ല. അങ്ങനെയുള്ള വിശേഷങ്ങള്. ഇനി നമുക്ക് നമ്മുടെ കടയിൽ പോവാട്ടോ, ഷോപ്പിൽ പോണം. ഷോപ്പിൽ കുറച്ച് പണിയുണ്ട്. അപ്പൊ ഷോപ്പിൽ ഞാൻ ഇടയ്ക്ക് പോവലുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ചേച്ചിമാരുണ്ട്, എന്നാലും ഞാനും കൂടി പോകും. അപ്പൊ ഷോപ്പിൽ പോയിട്ട് ബാക്കി ഞാൻ അവിടുത്തെ പരിപാടിക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ പ്രൊഡക്ട്സിൽ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അപ്പൊ അതും കൂടി പറയാം. വീട്ടിലെ പണി കഴിഞ്ഞ് ഷൂട്ടിങ്ങുകൾ കഴിഞ്ഞ് നേരെ ഷോപ്പിലേക്ക് തന്നെ ഞാൻ പോവാറ്. പിന്നെ ഇടയ്ക്കൊക്കെയാണ് മുടങ്ങാറ്. അപ്പൊ ഞങ്ങൾ എന്താ ഞാൻ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഞാനും ചേട്ടനും മാത്രമാണ് പോണത്. കാരണം അമ്മ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ പാറും കൂടി അവിടെ ഇരുന്നോളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോ അങ്ങനെ വലിയ പണികളില്ല, കുറെ നേരം വൈകില്ല, അപ്പൊ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. പിന്നെ പാറുള്ള കാരണം എനിക്ക് അവളധികം കൊണ്ടുപോയിട്ട് എനിക്ക് അങ്ങനെ പോവാനും പറ്റില്ല. കാരണം പിന്നെ മിക്കതും ചേട്ടനാ പോവാറ്. എന്നാലും ഞാൻ കൂടെ പോവും, പാറുവിനും കൊണ്ടുപോകും. പിന്നെ അവിടെ ഭയങ്കര കച്ചറയാക്കും. അങ്ങനെ നമ്മള് നിലാ സർവീസിലെത്തി. ഇത് നമ്മുടെ എന്താ പറയാ സ്റ്റോർ റൂം ആട്ടോ. സ്റ്റോർ റൂമുകളാണ്. അവിടെ ഐറ്റംസ് ഒക്കെ നമ്മൾ ബബിൾ കവർ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. ഹലോ, അപ്പൊ നമ്മളിതേ നമ്മുടെ നിലാ സർവീസിലുള്ള കേട്ടോ. അപ്പൊ ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ ഒരു അപ്ഡേറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. നമുക്ക് ഹെയർ ഓയിൽ, നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ കൂടുതൽ നമ്മുടെ എന്താ പറയാ വിറ്റഴിഞ്ഞു പോകുന്ന ഹെയർ കെയർ പ്രൊഡക്റ്റിൽ ഹെയർ ഓയിലാണ്. അപ്പൊ ഹെയർ ഓയില് ഞാൻ എടുത്ത് പറയാൻ കാരണം അത്രയും നല്ല റിസൾട്ട് ഉള്ളതാ. അപ്പൊ നമ്മുടെ അടുത്ത് കുറെ പേര് പറയുന്നുണ്ട് ഹെയർ ഓയില് വലിയതായത് നമുക്ക് വരുന്നത് 500 ml ബോട്ടിലാണ്. കാരണം ഈ ഒരു ബോട്ടിൽ ഫുൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. കുറച്ചധികം നാള് നമുക്ക് ഈ ഉപയോഗിക്കാനുണ്ടാവും 500 ml ആവും. പക്ഷെ നമുക്ക് എന്താ പറയാ കോളേജ് സ്റ്റുഡൻസ് അതുപോലെ തന്നെ എന്താ പറയാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെയുള്ളവരൊക്കെ കുറെ കാലങ്ങളായി, അതായത് നമ്മൾ ഈ ഹെയർ ഓയിൽ സെയിലിംഗ് വിൽപ്പന തുടങ്ങിയിട്ട് നമ്മളോട് പറയുന്നതാണ് ഇതിന്റെ കുഞ്ഞു ബോട്ടിൽ ഇറക്കും എന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ വിചാരിച്ചെന്നാ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആ ഒരു ഫീഡ്ബാക്കും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ നമ്മളൊരു കുഞ്ഞു ബോട്ടിൽ ഇറക്കി. അപ്പൊ നമ്മൾക്ക് സാമ്പിൾ, അതായത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഫസ്റ്റ് ഹെയർ ഓയിൽ എങ്ങനെയുണ്ട്, നല്ലതാണോ എന്നൊക്കെ അറിയാനും. അതുപോലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വലിയ ബോട്ടിൽ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളൊരു കാര്യം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാലോ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 3-4 മാസം യൂസ് ചെയ്യണം അതിന്റെ നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങൾക്ക് ഇത് നല്ല എന്താ പറയാ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് റിസൾട്ട് തോന്നുന്നുണ്ടോ, അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉള്ളവരുടെ കുറെ അഭിപ്രായങ്ങൾ മാനിച്ചിട്ടാണ് നമ്മളിത് 200 ml നമ്മുടെ നിലാ സർവീസിന്റെ ഹെർബൽ ഹെയർ ഓയിൽ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ രണ്ടും അവൈലബിൾ ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെയും നമ്മുടെ എന്താ പറയാ നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കണം സ്ഥിരമായിട്ട് മേടിക്കുന്നവരുടെയും ഒക്കെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ മാനിച്ചിട്ട് ഈ ഒരു കുഞ്ഞു ബോട്ടിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കുറെ കോളേജ് പിള്ളേരൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അറിയുന്നുണ്ട്, നമ്മള് അതായത് വാട്സപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പൊ ഇവിടെ നമ്പർ ഉണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മുടെ കുറച്ച് പുതിയ പ്രൊഡക്ട്സ് നന്നായിട്ട് എന്താ പറയുക ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴും കുറച്ച് പേര് ഇടയ്ക്ക് ചോദിക്കലുണ്ട് നിങ്ങൾക്ക് സൺസ്ക്രീൻ ഉണ്ടോന്ന്. അപ്പൊ ഞാൻ മിക്ക വീഡിയോയിലും പറയലാണ് നമുക്ക് നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സൺസ്ക്രീൻ. അതായത് നിലാ സർവീസിന്റെ കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് നമുക്ക് വൈറ്റ് കാസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ നമുക്ക് നോൺ സ്റ്റിക്കി ആണ്. നമ്മുടെ നല്ലോണം പ്രൊട്ടക്ഷനും കിട്ടും, നമുക്ക് ടാനും കാര്യങ്ങളൊക്കെ വരാതെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ കുങ്കുമാതി, അതായത് കുങ്കുമം നമുക്കറിയാലോ, കുങ്കുമപ്പൂ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ ആണ്. അതുപോലെ തന്നെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഹെർബൽ സൺസ്ക്രീൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിലാ സർവീസിന്റെ സൺസ്ക്രീൻ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. പിന്നെ നമ്മുടെ സിറങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ എന്ന് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ സിറങ്ങളും നല്ലത് തന്നെയാണ്. ജസ്റ്റ് ഞാൻ പറയുന്നത് എല്ലാം കൂടി എടുത്ത് നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇത് വന്നിട്ട് നമ്മുടെ റിവിറ്റൻ സിറാണ്. നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റനിങ്ങിനെ കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്യണം. അതായത് ആ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ആണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം, നമ്മുടെ സ്കിൻ ക്ലിയർ ആയി നല്ല ഗ്ലോയിങ് ആവാനൊക്കെ. ഒപ്പം തന്നെ നിലാ സർവീസിന്റെ വിറ്റമിൻ സി സിറാണ്. ഇതിന്റെ ഒരുപാട് റിവ്യൂസ് ആയിട്ട് നമുക്കുള്ളത്. വിറ്റമിൻ സി സിറം അതുപോലെ തന്നെ റിവിറ്റൻ സിറം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് സ്കിൻ ബാരിയർ ഒക്കെ ഹീൽ ചെയ്ത് നല്ല രീതിക്ക് തന്നെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനൊക്കെ വിറ്റമിൻ സി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് നമ്മുടെ പ്രൊഡക്റ്റ് അൺഡ്രൈ സിറാണ്. നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ സിറങ്ങൾ നമ്മൾ കൂടുതൽ ഇറക്കണതിന്റെ കാരണം നമുക്ക് വേഗത്തിൽ തന്നെ സ്കിന്നിന്റെ ലെയറിലേക്കൊക്കെ പെനിട്രേറ്റ് ആയി നമുക്ക് വേഗം റിസൾട്ട് വരും. അപ്പൊ നിലാ സർവീസിന്റെ അൺഡ്രൈ സിറാണ്. ഇതിൽ കുക്കുംബറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്രീൻ ടീ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അൺഡ്രൈ സിറുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ഇപ്പൊ പുതിയ പ്രൊഡക്റ്റുകൾ ആരെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിലാ സർവീസിന്റെ നൈറ്റ് സ്ലീപ്പിംഗ് മാസ്ക്. അതായത് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ രാത്രി ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കഴുകിക്കളഞ്ഞ് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആവാൻ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് റോസ്മേരിയും അതുപോലെ തന്നെ ഗ്രീൻ ടീ ഒക്കെ ആണ്. നല്ലോണം ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റനിങ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് സ്ട്രെച്ച് ഫ്രീ എമൽഷൻ ആണ് നിലാ സർവീസിന്റെ.
നമ്മുടെ സ്ട്രെച്ച് മാർക്ക് നമുക്കറിയാലോ, അത് ഇങ്ങനെ 100% മാറണമെന്ന് ഞങ്ങൾ പറയുന്നില്ലെങ്കിലും നമ്മുടെ സ്കിന്നിന് അതായത് ബേബി സ്കിൻ ആവില്ല ഒരിക്കലും നമ്മുടെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ സ്ട്രെച്ച് മാർക്കിന്റെ ആ ഒരു വ്യാപ്തി അളവുണ്ടല്ലോ, അതിന് നമുക്ക് നന്നായി കുറച്ച് നല്ല സ്മൂത്തനാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിലാസെറപ്സിന്റെ സ്ട്രെച്ച് ഫ്രീ എമൽഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് പുതിയ പ്രൊഡക്റ്റ് ആണ്, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ വന്നിട്ട് നമ്മുടെ അടുത്ത 2 പ്രൊഡക്റ്റുകളാണ്. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ബാച്ചിനൊക്കെ മുന്നേ ഇറക്കിയിട്ടുള്ളതാണ്, നിലാസെറപ്സിന്റെ എക്സ്ഫോളിയേഷൻ. അതായത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫേസിന് നല്ലൊരു ക്ലീനപ്പ്, അതായത് ഫേസിന്റെ ആ ഒരു ഡെഡ് സ്കിൻ ഒക്കെ പോയി നമുക്ക് നല്ല രീതിക്ക് തന്നെ നാച്ചുറൽ ഗ്ലോ വരാൻ നമുക്ക് വീക്കിലി വൺസ് ഓർ ട്വൈസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല ക്ലീനപ്പ് കൊടുക്കാനും ഇതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നല്ല സ്മൂത്തനാക്കും. നമ്മുടെ പോഴ്സിന്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ നല്ല രീതിക്ക് തന്നെ പോയി, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ മാറാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിലാസെറപ്സിന്റെ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ്. പിന്നെ വന്നിട്ട് നമുക്ക് ടാൻ, അതായത് നമ്മൾ എല്ലാവരും എപ്പോഴും പറയുന്നതാണ് 2 കളറാണ്, ബോഡി വേറെ കളർ, എന്താ പറയാ നമ്മുടെ കൈ വേറെ കളർ, കാല് വേറെ കളർ, അങ്ങനെയൊക്കെ. അപ്പൊ അതിനൊക്കെ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാറാനായിട്ട് നിലാസെറപ്സിന്റെ ടാൻ ഫ്രീ ക്രീം ഇട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് തന്നെ ടാൻ ഒക്കെ മാറ്റി ഈവൻ ആക്കുക. അതായത് നമ്മുടെ എസ്പെഷ്യലി നമുക്കിത് കുളി കഴിഞ്ഞിട്ടും രാത്രി കിടക്കുമ്പോഴും ഒക്കെ എപ്പോ വേണമെങ്കിലും പറ്റാം, രാവിലെ ഒക്കെ പരട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ മാറും. കൈയും കാലൊക്കെ ഈവൻ ആക്കാനും, കഴുത്ത് അതുപോലെ തന്നെ ബോഡിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ ലിപ് കോംബോ ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഒന്നാമത്തേത് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ നിലാസെറപ്സിന്റെ ലിപ് സ്ക്രബ്. ഇത് വന്നിട്ട് മെയിൻ ആയിട്ട് ഹണിയൊക്കെ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റ് ആക്കും, ലിപ്സിന്റെ ഡെഡ് സ്കിൻ ഒക്കെ നല്ല രീതിക്ക് തന്നെ മാറും. പിന്നെ വന്നിട്ട് നിലാസെറപ്സിന്റെ ലിപ് ഓയിലും ലിപ് ബാമും കേട്ടോ. ഇതിനൊക്കെ ഒരുപാട് ഫാൻസ് ആണുള്ളത് ലിപ് ബാമിനൊക്കെ. കാരണം എന്താ വെച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെയും വന്ന് തീർന്നേക്കാൻ മുന്നേ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ലോഡ് വാങ്ങിച്ചിട്ടൊക്കെ പോകണം ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ ഈ ലിപ് ബാമൊക്കെ. പിന്നത്തെ വന്നിട്ട് നമ്മുടെ ഹെയർ കെയറിന്റെ ഒരു റുട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് വരണത് ഈ 2 ഹെയർ ഓയിൽ, അതായത് ഹെയർ ഓയിലിന് 2 ബോട്ടിലുകൾ 500 ml 200 ml പ്ലസ് നമുക്ക് എന്താ പറയാ ഹെയർ ഷാമ്പൂ, ഹെയർ കണ്ടീഷണർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് രാത്രിയും രാവിലെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ നമ്മുടെ ഹെയർ സിറാണ്. ഇത് വാട്ടർ ബേസ്ഡ് ആട്ടോ, അതായത് നമുക്ക് അങ്ങനെ കഴുകി കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കെട്ടിവെച്ച് കിടക്കുക. അങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണം. ഇതാണ് നമ്മുടെ നിലാസെറപ്സിന്റെ ഹെയർ കെയറിന്റെ ഒരു ഇത്. പിന്നെ ഇതിൽ നമുക്ക് വേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഭയങ്കരമായിട്ട് മുടി ഇങ്ങനെ നന്നായിട്ട് ചുരുണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അതിനൊന്ന് ഒതുങ്ങി നല്ല ഗ്ലോയിങ് ആയിട്ട് ഷൈനി ആയിട്ട് സ്മൂത്ത് ആക്കി വെക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നിലാസെറപ്സിന്റെ ഫ്രിസ് ഫ്രീയുടെ ക്രീമും കൂടി ഉണ്ട്. അത് നമുക്ക് ഇവിടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ല, പക്ഷെ ഇവിടെ ഉണ്ട് കേട്ടോ, അതും അവൈലബിൾ ആണ്. പിന്നത്തെ കാര്യം നമുക്ക് ഹെയർ കെയറിൽ വേറെ വരുന്നതാണ്, നമുക്ക് ഹെയർ ഷാമ്പൂ പൗഡർ ഉണ്ട്, പ്ലസ് നമുക്ക് ഹെയർ പാക്കും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഹെർബൽ ഹെയർ പാക്കും ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് നമുക്ക് എന്താ പറയാ, നമുക്ക് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസുകൾ മിക്സ് ചെയ്ത്, അതായത് നമുക്ക് ഹെയർ പാക്ക് ആകുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളത്തിലോ തൈരിലോ അതുപോലെ തന്നെ നോർമൽ വെള്ളത്തിലോ ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് വീക്കിലി 1-2 ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയൊക്കെ നമ്മുടെ മുടിക്ക് ക്ലെൻസ് ചെയ്യാനും, മുടി വളരാനും, മുടിയിൽ എന്താ പറയുക താരൻ, അതുപോലെ തന്നെ മുടിയിൽ ഇഷ്യൂസ് ഉണ്ട്, ഡാമേജസ് ഒക്കെ മാറ്റാനും, നമുക്ക് ഹെയർ ലോസ് കാര്യങ്ങളൊക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന താമരക്കുരൊക്കെ നമ്മളെ അങ്ങനത്തെ കാര്യങ്ങൾ ജഡാമാഞ്ചിക്ക് ഇട്ടിട്ടുള്ള പൗഡർ ആട്ടോ നമ്മുടെ ഇത്. അതുപോലെ തന്നെയാണ് ഷാമ്പു. ഇപ്പൊ നമ്മൾ എന്നും തല കഴുകുന്നവരാണെങ്കിൽ നമ്മുടെ നിലാസെറപ്സിന്റെ ഷാമ്പു നമുക്ക് എന്ന് യൂസ് ചെയ്യാമെങ്കിലും ചിലർക്ക് തോന്നും നമുക്കൊരു നാച്ചുറൽ എന്തെങ്കിലും താളിപ്പൊടി പോലെ ഉണ്ടെങ്കിൽ നല്ലത് എന്നൊക്കെ വിചാരിക്കുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ കൂടുതൽ എല്ലാവരും ഈ എന്താ പറയാ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്. നമ്മുടെ ഷാമ്പൂ പൗഡർ ആണ്, ശിക്കക്കായും അതുപോലെ തന്നെ എന്താ പറയാ നെല്ലിക്കാപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ഹെയർ ഒന്ന് ക്ലെൻസ് ചെയ്ത്, അതായത് നമ്മുടെ ഹെയറിലെ ഫുൾ എണ്ണയും കളഞ്ഞ് ഭയങ്കര ഡ്രൈ ആക്കാണ്ട് മുടിയെ നല്ല രീതിക്ക് തന്നെ ഷൈനി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പൗഡർ ആട്ടോ അത്, ഷാമ്പൂ പൗഡർ. പിന്നെ നമുക്ക് വരുന്നത് 2 ടൈപ്പ് മഞ്ഞൾ വരുന്നുണ്ട്. മരമഞ്ഞളും നമ്മുടെ വൈറ്റ് എന്താ പറയാ വൈറ്റ്, അതായത് ബട്ടർ വൈറ്റ് മഞ്ഞളില്ലേ, നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ, അതുമാണ് നമുക്ക് വരുന്നത്. മരമഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് പീല് പ്ലസ് മരമഞ്ഞൾ. നമ്മുടെ ഫേസിലെ പാടുകൾ മാറാൻ ഇതിലും ബെസ്റ്റ് വേറൊരു എന്താ പറയാ നാച്ചുറൽ അല്ലെങ്കിൽ ഓർഗാനിക് പൗഡർ ഇല്ല എന്ന് പറയാം, അത്രയും നല്ലതാ. അപ്പൊ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ടീനേജേഴ്സ് മുതൽ നമുക്ക് ഓറഞ്ച് പീൽ പ്ലസ് നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിക്കുന്ന ഓറഞ്ച് പീൽ ഇല്ലേ, അതും നമ്മുടെ ഈ ഒരു മരമഞ്ഞളുടെ പൗഡറും കൂടി മിക്സ് ചെയ്ത് ജസ്റ്റ് നമ്മുടെ ചെറുനാരില്ല, നമ്മുടെ എന്താ പറയാ നമ്മുടെ റോസ് വാട്ടർ അതിൽ മിക്സ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഏതാ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്യാം. പാല് തൈരൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിൽ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. വേഗത്തിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് ഫേസ് ബ്രൈറ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പാടുകളൊക്കെ നല്ല രീതിക്ക് തന്നെ മാറി നല്ല ക്ലിയർ ആവും. അപ്പൊ അത് അങ്ങനെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് കൂടി ഉണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഇത് മാത്രമായിരിക്കും, പിന്നെ ഞാൻ പറയാൻ തന്നു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ നിലാസെറപ്സിന്റെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട്, ഇതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നിലാസെറപ്സിന്റെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, ഈ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാം.
ഫൈനലി ഒരെണ്ണം കൂടി കാണിച്ചു തരാം. അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് നമ്മുടെ നിലാസത്തിന്റെ സ്കിൻ കെയർ ഓയിൽ. ഇതിന് എന്താ പറയാ, ഒരുപാട് പേര് ചോദിച്ചു വാങ്ങിച്ചു. ഇതിന്റെ കുറെ ബോട്ടിൽസ് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ജപ്പാൻ, ചൈന, എവിടേക്ക് പോണേ, അങ്ങനെ കുറെ സ്ഥലം, അമേരിക്കാനുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോണ്ട്. അപ്പൊ നമുക്ക് 2 ബോട്ടിലായിട്ട് വരുന്നുണ്ട്. അതായത് ഇത് വന്നിട്ട് 500 ml, ഇത് വന്നിട്ട് നമ്മുടെ 200 ml കേട്ടോ. അങ്ങനെ 2 വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ബോഡി ബ്രൈറ്റനിങ്, ടാൻ റിമൂവൽ, ഒരുപാട് ആയുർവേദ ഹെർബ്സ് ചേർത്തിട്ട് നമ്മള് കഷായം ഉണ്ടാക്കി അതിൽ നമ്മൾ എണ്ണ കാച്ചി ഉണ്ടാക്കണം കേട്ടോ ഈ ഒരു ഹെർബൽ ഓയിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു ക്വിക്കായിട്ട് കുറച്ച് നമുക്ക് ഫാസ്റ്റ് മൂവിങ് എന്ന് പറയണ കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചു മാത്രം. ഇനി ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, എല്ലാം നല്ല മൂവിങ് തന്നെയാണ്. നമ്മുടെ പ്രൊഡക്ട്സിനൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമുക്ക് പുറത്തേക്ക് കുറെ പേര് വാങ്ങിച്ചുകൊണ്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പൊ എന്തായാലും ഞാനിനി ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോട്ടെ. അവിടെ 2 സന്താനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് വന്നിട്ടുള്ളത്. നമുക്ക് വേഗം വിടാം. അപ്പൊ നമ്മളിതേ അമ്മൂന് ഇഷ്ടമുള്ള ഞണ്ട് കറി ഉണ്ടാക്കാൻ പോവാ കേട്ടോ. ഞണ്ട് കറി അല്ല, ഞണ്ട് ഫ്രൈ. അപ്പൊ സോറി, റോസ്റ്റ്. അപ്പൊ ഞണ്ടിന് ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരെ നമുക്ക് വെടുപ്പാക്കണ്ട, അവര് വെടുപ്പാക്കി തരാന്ന് പറഞ്ഞു ക്ലീൻ ചെയ്തിട്ട്. അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, നമുക്കത് ചെയ്യാലോ, അത്രയല്ലേ പണിയുള്ളൂ. അപ്പൊ അതാ നമ്മൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞാൽ കുളിക്കാൻ വേണ്ടിട്ട് നിക്കട്ടെ. അപ്പൊ ഞാൻ നമ്മുടെ എന്താ പറയാ ഞണ്ട് റോസ്റ്റ് വെച്ചത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 4-5 ഞണ്ടേ ഉള്ള കുഞ്ഞു ഞണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അധികം ഒന്നും ഇല്ല. അതെ ഇങ്ങനെ കുറച്ച് നമ്മൾ എല്ലാം ഇതുമ്പോ ഞണ്ടുമ്പോ പിടിക്കണ മാതിരിയാണ് വെച്ചിട്ടുള്ളത്. അതായത് കുറെ ഇങ്ങനെ മസാല അവിടെ ഇവിടെ ആയിട്ട് കിടക്കാണ്ട് ഒക്കെ ഞണ്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറി പിടിച്ച മാതിരിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഫ്രൈ ആക്കി റോസ്റ്റ് ആക്കി. അപ്പൊ അത് റെഡി. അപ്പൊ ഇനി ഞാൻ പോയി കുളിക്കട്ടെ. അപ്പൊ കുളിച്ചിട്ട് വരാം. അപ്പൊ ഞങ്ങള് കുളിച്ച് ഞങ്ങള് സുന്ദരികളായി വന്നു. ഇനി കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ നടക്കൂട്ടോ ഉമ്മർത്ത്. ഇപ്പൊ സമയം 6:30 അപ്പൊ ഞങ്ങള് കുറച്ചു നേരം ഇവിടെ നടക്കും. അപ്പൊ അച്ഛനും ചേച്ചി ട്യൂഷന് പോയി, അച്ഛന് ജോലിയുടെ കാര്യമായിട്ട് ആളും പോയി. ഇനിയിപ്പോ എന്തായാലും രണ്ടാളും കൂടെ ഒരുമിച്ചാവും വരുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടെ നടക്കും. അപ്പൊ നമുക്കൊരു എക്സസൈസും കൂടി അല്ലത്. പാറ ഇവിടെ ഇങ്ങനെ ഓടി നടക്കും, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അങ്ങനെ പിന്നെ ഫുഡടി പരിപാടി ഒന്നും ഇല്ല കേട്ടോ. കഴിഞ്ഞു. ഞാനൊരു മാക്സിമം 5 മണി ഞാനൊരു ആപ്പിൾ കഴിച്ചു, അത്ര തന്നെ ഉള്ളൂ അല്ലേ. കുട്ടിക്ക് ഇനി കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്, വൈകുന്നേരം ആകുമ്പോൾ പാറില്ലായിട്ടുള്ളൂ. കൊതുണ്ട്, ഞങ്ങൾ വേഗം നടക്കട്ടെ, അല്ലെങ്കിൽ കൊതു ഞങ്ങളെ പിടിച്ച് ആക്രമിക്കും. മേല് കഴുകി വന്നാ മിക്ക ദിവസവും ഞങ്ങൾ ഇങ്ങനെ നടക്കും. പാറുവിനെ കൊതു കടിക്കുമ്പോ പാറു കൂടി അകത്തേക്ക് ഓടി രക്ഷപ്പെടും. നമ്മള് പിന്നെ പാറു ചില നേരത്ത് ഇങ്ങനെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പാറുവിന് കൊതു കടിക്കാൻ സുഖമാണ്. കൊതുവിന് നമ്മളിങ്ങനെ സ്പീഡ് നടക്കണ എന്നെ അധികം കടിക്കില്ല. ടിപ്പു എന്റെ ഇടയ്ക്ക് ഓടുന്നുണ്ട്. ലാസ്റ്റ് ഞങ്ങൾ ഇരുട്ടായപ്പോഴേക്കും ഞങ്ങള് അകത്തേക്ക് കയറി. അങ്ങനെ അത്യാവശ്യം ഒരു 7 മണി ആവാറായപ്പോഴാണ് അമ്മു വരിക. അമ്മുവിന്റെ ടൈം അതാണ് 7 മണി. അങ്ങനെ അതേ അമ്മുക്കുട്ടി വന്നു. അങ്ങനെ ഇനി നമ്മുടെ റെസ്റ്റ് ടൈമാണ് കേട്ടോ. ഇന്നത്തെ തിക്കുന്തരക്കൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ്. അപ്പൊ ഞാൻ കിടന്നപ്പോ എന്റെ മേത്ത് മറ്റേ വേതാളം മാതിരി ഇങ്ങോട്ടുണ്ടാവും പാറും. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ചില നേരത്തുണ്ടല്ലോ, പക്ഷെ എന്റെ ചുണ്ടിന്റെ കഥ നാളെ ആരാണ്ട് പറയണ്ടായിരുന്നു. ഞാൻ പ്ലാസ്റ്റിക് മറ്റെന്താ പറയാ ലിപ് ഫില്ലർ ചെയ്തു എന്നൊക്കെ. ഞാൻ അതിന്റെ കഥ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നെ എനിക്ക് വയ്യ. അതിന്റെ കഥ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഒരു ഷോർട്ടാക്കി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്റെ ചുണ്ടുമ്പോ എന്താ പറ്റിയെന്നുള്ളത്. ഞാൻ ഇപ്പൊ എന്റെ ചുണ്ട് വീർത്തുണ്ട്. എന്താണ് നിങ്ങൾ മറ്റേ ഞാൻ ലിപ് ഫില്ലിങ് ചെയ്തതെന്നൊക്കെയാണ് കമന്റ് വന്നിരുന്നത്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അത് നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ലിപ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിന് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി, ഞങ്ങൾ കിടന്നു. അപ്പൊ എന്തായാലും പിന്നെ കാണാം. ഞങ്ങളുടെ ബാക്കി വിശേഷം കൂടി കാണിച്ചു തരാം കേട്ടോ. Good night, Barry. Good night. Bye. Bye.